ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങാപ്പാലൊക്കെ ചേർത്ത നല്ല നാടൻ ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഒത്തിരി മസാലകളുടെ കുത്തലൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു 3 അല്ലി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇളക്കി ഒരു 10-15 സെക്കൻഡ് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി വരുന്നിട വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂണാണ്. അപ്പോൾ എല്ലാവരുടെയും മെഷറിംഗ് സ്പൂണൊന്നും കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പൊടിക്ക് പകരം പെരിഞ്ജീരകം ചതച്ച് ചേർത്താലും മതിയാവും. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടി ചേർക്കുന്നത്. ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അതിലേക്ക് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ് പോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 2ാം പാൽ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളം 2 കപ്പ് ചേർത്തിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. ഇനി ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേകാൻ ഏകദേശം ഒരു 10-12 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് 2ാം പാലൊക്കെ നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് 1ാം പാലാണ് ചേർക്കേണ്ടത്. അതിനു മുമ്പേ നമ്മൾ ഇതിൻ്റെ അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത 2ാം പാൽ നന്നായിട്ട് വറ്റിയതിന് ശേഷം വേണം 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാൽ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1ാം പാൽ ചേർത്തതിന് ശേഷം ഒത്തിരി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ എക്സ്ട്രാ കടുകൊക്കെ താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചാണ് ഈ ഒരു കറി വെച്ചത്, അതുകൊണ്ട് എക്സ്ട്രാ കടുകൊന്നും താളിക്കുന്നില്ല. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ നല്ല മൈൽഡായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്